ഇന്നലെ നമ്മുടെ ഈ പാനൂർ പ്രദേശത്തെ ഒരു ഉഗ്ര സ്ഫോടനമുണ്ടായി. വലിയ ബോംബ്, ഉഗ്രശേഷിയുള്ള ഒരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത്. അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ്. മറ്റ് 2 പേർ കൂടി ചികിത്സയിലാണ്. ഇപ്പൊ 4 പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം. ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ CPM-ന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് CPM പോയതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം. ഇത് വളരെ കൃത്യമാണ്. ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, പരാജയം മണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. നമുക്ക് ഓർമ്മയുണ്ട് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്? അതാണ് CPM-മാർക്ക് അറിയേണ്ടത്. ആരെ കൊല്ലാൻ, ഏത് അക്രമം നടത്താൻ, ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. തങ്ങളുടെ വീട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി പുറത്തു പോകുന്ന ആളുകൾ സമാധാനപരമായി തിരിച്ചു വരുമോ, അവരുടെ കയ്യും കാലും ഇല്ലാതെ തിരിച്ചു വരുമോ എന്നൊരു ആശങ്ക പലരിലും ഉണ്ടാവുകയാണ്. ഇത് നടക്കാൻ പറ്റില്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. ഈ നാട് ഒന്നടങ്കം അതിനെതിരെ നിൽക്കുകയാണ്. എല്ലാ മനുഷ്യരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ നിൽക്കുകയാണ്. നമുക്കിത് വേണ്ട, സമാധാനമാണ് നമുക്ക് വേണ്ടത്. ഇത് നിങ്ങൾ നോക്കൂ, ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊന്ന ആളുൾപ്പെടെ, ആ നിർമ്മാണത്തിൽ മരിച്ച വ്യക്തി ഉൾപ്പെടെ ചെറുപ്പക്കാരാണ്. 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെയാണ് ഇതിനു വേണ്ടി നിയോഗിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. TP കൊലക്കേസിലെ പ്രധാന ആളുകളുള്ള സ്ഥലമാണ് പാനൂർ. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ അടുത്ത ആളുകളാണ് ഇവരൊക്കെ എന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രൗസർ മനോജിന്റെ അടുത്ത ആളുകളാണ്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ആളുകളൊക്കെയുള്ള സ്ഥലത്താണ് ഈ നിർമ്മാണം നടന്നിരിക്കുന്നത്. TP കൊലക്കേസിലെ ആ വിധി വന്ന ദിവസം നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന്, അതെ, 1-ാം പ്രതിയുടെ വീടിന്റെ അടുത്താണ്, കുഞ്ഞനന്ദന്റെ വീടിന്റെ അടുത്ത്, കൊടിസുരിയുടെ വീടിന്റെ അടുത്ത്, കൊടിസുരിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ അന്ന് റീത്ത് വെച്ചിരുന്നു. ഇതൊക്കെ ചില സൂചനയാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോഴും TP ചർച്ച ചെയ്യുകയാണോ, എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾ TPയുടെ കൊലപാതകം ഇപ്പോഴും ചർച്ച ചെയ്യുന്നതിന്റെ കാരണം എന്താണ് സുഹൃത്തുക്കളെ? ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം, ഈ നാടിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ, ഈ നാടിൽ കലാപം ഉണ്ടാക്കാൻ, കൊലവിളിയുമായി നടക്കുന്ന ഇവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് TP കേസ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം CPM. ഇത്